നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഈസി റെസിപ്പി നോക്കാം. റവയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നന്നായി വറുത്തെടുക്കുക. വറുത്ത റവയാണ് വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നന്നായി വറുത്തെടുക്കുക. റവ ഒന്ന് തരിതരാന്ന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടിയുള്ളൊരു പാത്രം വയ്ക്കണേ. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുക്, മുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞിടണേ. അതിനുശേഷം അത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാലും മതി. അത് ഇട്ട് നന്നായി വഴറ്റി കറിവേപ്പിലയെ നല്ലോണം ചേർക്കുക. പിന്നെ പച്ചക്കറികളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്തിട്ടുണ്ട്. ബീൻസ് ഉള്ളവർക്കാണെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വന്നതിന് ശേഷം ഒരു നന്നായി പച്ചമണം മാറി വഴന്ന് വരണം. അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കും പച്ചക്കറിയൊക്കെ. അപ്പം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 1 കപ്പ് റവയ്ക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ചില റവയ്ക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ മതി. ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റവ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? അതുപോലെ ഇട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തോളൂ. അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി റവ നന്നായിട്ട് വെന്ത് വരണം. അപ്പം ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിലാണ് നമുക്കിങ്ങനെ റവ വിട്ട് വരുള്ളൂ ഉപ്പുമാവ്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണേ. എന്നാൽ മാത്രം നമുക്കിങ്ങനെ കുറേ നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നല്ലതാണ്. തേങ്ങ കൂടിയാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ആഡ് ചെയ്യാം, നെയ്യ് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി റെസിപ്പിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.